അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അതേപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതുമായ ഒരു മരമാണ് നമ്മുടെ പ്രിയങ്കരനായ മഹോഗണി. ഞാൻ ഈ പറഞ്ഞ വസ്തുത രസകരമല്ലേ? ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും വളരെയധികം കയറ്റിപ്പോയി പ്ലാന്റേഷനുകളിൽ വച്ച് പിടിപ്പിച്ച ഒരു മരമാണ് മഹോഗണി. മഹോഗണി പ്രൈമറിലി 3 സ്പീഷീസ് ആണ്. ഒന്ന് ഹോണ്ടുറൻ, ഒന്ന് ക്യൂബൻ, മറ്റത് സൗത്ത് അമേരിക്കൻ. അങ്ങനെ 3 സ്പീഷീസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. പെറു ആണ് ഇതിന്റെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ് ഇതിന്റെ ലാർജസ്റ്റ് ഇമ്പോർട്ടർ. നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഇതേ മഹോഗണി പ്ലാന്റേഷൻസ് വളരെയധികം ഉണ്ട്. ഇക്കോണമി റേഞ്ചിൽ ഭംഗിയുള്ള ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ട് ഉതകുന്ന ഒരു മരം ആണ് മഹോഗണി. ഈ മഹോഗണിയുടെ പ്രൈസിംഗിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു 650 rupees per cubic feet തൊട്ട് 1800 to 2000 rupees per cubic feet വരെ ഈ മരത്തിന്റെ പ്രൈസ് വേരിയേഷൻസ് വരാറുണ്ട്. ലാർജ്ലി അതിന്റെ ഏജിങ് ആണ്, അതായത് മരത്തിന്റെ സൈസ് ആണല്ലോ മരത്തിന്റെ ഏജിനെ ഡെപിക്ട് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടർ. അപ്പം മരത്തിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ഗേർത്ത് അതിന്റെ ഏജിനെ ഡിഫൈൻ ചെയ്യുന്നു. ആ ഏജ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. യൂഷ്വലി നമ്മൾ എടുക്കേണ്ടത് ഫർണിച്ചർ പർപ്പസിന് നമ്മൾ എടുക്കേണ്ടത് 4 അടി അല്ലെങ്കിൽ 120 സെന്റിമീറ്റേഴ്സ് ഗേർത്ത് മുകളിലുള്ള മരമാണ്. അത് കെമിക്കലി ട്രീറ്റ് ചെയ്യുകയും ക്ലിൻഡ്രൈ ചെയ്യുകയും ചെയ്യാതെ ഉപയോഗിക്കരുത് കേട്ടോ. മഹോഗണിയിലെ വെള്ള വളരെയധികം ഇൻസെക്ട് ഇൻഫെസ്റ്റേഷൻ പ്രോൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വെള്ള തീർത്തും അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. ഡാർക്കർ ഷെയ്ഡിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും മഹോഗണിയിൽ നല്ലത്. കാരണം ഇതിന് നാച്ചുറൽ ഷെയ്ഡ് ഏകദേശം ഈ ഒരു ഷെയ്ഡാണ്, ഒരു റെഡിഷ്നെസ് ഉള്ള ഒരു ഷെയ്ഡാണ് മഹോഗണിക്കുള്ളത്. ചിലർക്ക് ഇത് പ്രിഫേർഡ് ആണ്, ഒരു റെഡിഷ് ബ്രൗൺ ടിന്റ് ഉള്ള ഒരു പ്രിഫറൻസ് ഉള്ള വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ഇതിനെ ഡാർക്കർ ഷെയ്ഡ്സിലേക്ക് കൊണ്ടുപോകാം. ഇതിന് വേറെ ഒരു രീതി കൂടെ ഉണ്ട് പ്രോസസ്സിങ്ങിൽ. ബ്ലീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ത്രൂ ബ്ലീച്ചിങ് നമുക്ക് മഹോഗണിയുടെ ഷെയ്ഡിനെ കുറച്ചുകൂടെ ലൈറ്റർ ആക്കുവാനും ഒരു ലൈറ്റർ പിങ്കിഷ് വേർഷൻ ആക്കുവാനും അതിൽ നിന്ന് അതിനെ ഒരു വാൾനട്ടിഷ് അല്ലെങ്കിൽ ഗോൾഡൻ ടീക്ക് ഷെയ്ഡ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് സാധിക്കാറുണ്ട്. മഹോഗണിയുടെ കഥ ഇതാണ്. ഈ ഒരു സോഫ ഞങ്ങൾ മഹോഗണിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കെയ്ൻ ആൻഡ് മഹോഗണി മിക്സ് ആണ് ഈ ഒരു സോഫയുടെ പ്രത്യേകത. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിഡ് സെഞ്ചുറി മോഡേൺ അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ഫ്യൂഷൻ ഫർണിച്ചറിൽ പെടുന്ന ഒരു ഡിസൈൻ സ്റ്റൈലാണ് ഈ സോഫയുടേത്.